ओम श्री गुरवे नमः। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं दुर्गदामख्यं ददाति सपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांशं श्रीरूपं सागरजातं सहगणरघुतं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्री राधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते वेदांत स्वामिनि नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारणे निर्विशेष शून्यवादी पाशाद्य शरणे हे कृष्ण करुणा सिंधु दीनबंधु जगतपदे गोपेश गोपिकांत राधा कांता मोसदे तप्त कांचन गौरांगी राधे वृंदावन श्री वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यो च पवदानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയന്തേ. എല്ലാ ഭക്തന്മാർക്കും ഈ സായാഹ്ന മഹാഭാരത ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ടെമ്പിളിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കീർത്തൻ കേൾക്കാൻ പറ്റും. കേട്ടോണ്ടിരിക്കുകയാണ്, എനിക്ക് തോന്നുന്നു കേൾക്കാൻ പറ്റും തോന്നുന്നു നിങ്ങൾക്ക്. നമുക്ക് തുടങ്ങാം. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഞാൻ ആൾക്കാരുടെ തൊട്ട് പുറകിലായിരിക്കുന്ന ഡ്രസ്സിംഗ് റൂമാണ് ഇവിടെ. വസ്ത്രങ്ങളൊക്കെ വച്ചിരിക്കുന്ന സ്ഥലമാണ്, ഓർണമെന്റ്സ് ഒക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ കണ്ടത്? ഭഗവാൻ തിരിച്ച് മണിപ്പൂരും തിരിച്ച് മണിപ്പൂരിലേക്ക് പോയി അല്ലേ. അവിടെ നിന്ന് പിന്നീട് പശ്ചിമ സമുദ്രം തീരം വഴി പ്രഭാസ തീരത്തിലെത്തുകയാണ്. പ്രഭാസത്തിലെത്തിയ വിവരം, ഭഗവാൻ പ്രഭാസത്തിലെത്തിയ വിവരം ചാരന്മാർ വഴി അല്ലെ ഭഗവാൻ കൃഷ്ണൻ അറിയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഉറ്റമിത്രമായിട്ടുള്ള ഈ അർജുനൻ എത്തിയ വിവരം കൃഷ്ണന് അർജുനനും കൃഷ്ണനും അതുപോലെ തന്നെ അത്യന്തം പ്രിയപ്പെട്ടതാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മൾ പറയില്ലേ, അതിനേക്കാളൊക്കെ മുകളിലുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ. കാരണം അറിയാമല്ലോ നമുക്ക് അല്ലേ, അവർ നരനാരായണന്മാരായിരുന്നു അല്ലെ, ആണ്. അതുകൊണ്ടാണ് ആ ഒരു ബന്ധം. അതും ഭഗവാന്റെ ഉത്തമ ഭക്തനും കൂടെയാണ് അല്ലേ. അതുകൊണ്ടല്ലേ ഭഗവാൻ ഇത്രയും മുഖ്യമായിട്ടുള്ള രഹസ്യമൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു, അതും യുദ്ധക്കളത്തിൽ വെച്ചിട്ട്. അപ്പോ ഭഗവാൻ അർജുൻ എത്തിയ വിവരം അറിഞ്ഞു. ഉടൻ തന്നെ പരിവാര സമേതം ഇവിടേക്ക് ഭഗവാൻ എഴുന്നള്ളുകയാണ് പ്രഭാസത്തിലേക്ക്. പ്രഭാസത്തിലേക്ക് എഴുന്നള്ളി കഴിയുമ്പോൾ കുറച്ച് നാളവിടെ ഭഗവാനുമായിട്ട് അർജുനൻ കുറച്ച് ദിവസം അവിടെ എന്താ പറയാ കഴിഞ്ഞുകൂടുകയും അതിനുശേഷം അർജുനനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ദ്വാരകയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഭഗവാൻ തിരിച്ച് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അർജുനൻ ദ്വാരകയിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു റൈവതക പർവ്വതം എന്നൊരു പർവ്വതമുണ്ട്. റൈവതക പർവ്വതത്തിലേക്ക് നമ്മളിന്ന് എന്താ പറയാ, നമ്മളിവിടെയൊക്കെ പോകാറില്ലേ, അത് പൊന്മുടിയോ അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോകും. അതുപോലെ അവിടെ ഒരു ഈ ആഘോഷങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ഹോളിഡേ ഡെസ്റ്റിനേഷൻ പോലെയൊക്കെയുള്ള സ്ഥലമാണ് ഈ റൈവതക മൗണ്ടൻ അല്ലെങ്കിൽ റൈവതക പർവ്വതം എന്ന് പറയുന്നത്. അവിടെ അർജുനന് വേണ്ടിയിട്ട് എല്ലാ എന്താ പറയാ സംഗീതം, നൃത്തം, അങ്ങനെയുള്ള സകലവിധ വിനോദോപാധികളും ഭഗവാൻ അവിടെ ഏർപ്പെടുത്തി. ഭഗവാനും അവിടെ കുറച്ച് നാള് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. ദ്വാരകയിൽ എത്തുന്ന അർജുനൻ അതിലെത്തുമ്പോ അതിശയിച്ചു പോകും. ശരിക്കും ഒരു സ്വർഗത്തിന് വെല്ലും തരത്തിലുള്ള ഒരു, അല്ലെങ്കിൽ ദേവലോകത്തെ വെല്ലും തരത്തിലുള്ള അവിടുത്തെ ആ ഒരു നിർമ്മിതികളൊക്കെ അങ്ങനെയായിരുന്നു. വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ. സ്വർണം കൊണ്ടുള്ള എന്താ പറയാ അങ്ങനത്തെ എന്താ പറയാ രത്നങ്ങൾ പതിച്ച തൂണുകളും അങ്ങനത്തെ വളരെ വളരെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും, ആ പൂന്തോട്ടങ്ങളിലാണെങ്കിലും അഭവമായിട്ടുള്ള പുഷ്പങ്ങളും ഒക്കെ നിറഞ്ഞ് സൗരഭം പരത്തുന്ന പുഷ്പങ്ങളും, അങ്ങനെ വളരെ അതിമനോഹരമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ അത് നന്ദനോദ്യാനത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇന്ദ്രന്റെ അമരാവതി അല്ലെ പോലുള്ള ഒരു സ്ഥലം അങ്ങനെയായിട്ടൊക്കെ അർജുനന് തോന്നുന്നതാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലം. കാരണം അവിടെ ഭരിക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ് അല്ലെ, നേരിട്ട്. അപ്പൊ അവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും
ഉണ്ടാവും. അദ്ദേഹം വന്ന് കയറും, എൻട്രി ചെയ്യുമ്പോൾ തന്നെ 16,000 കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭീമാകാരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ നിർമ്മിതികളാണ് അതൊക്കെ. സ്വർണം പതിപ്പിച്ചതും അങ്ങനെ പളുങ്ക് തറയും ഒക്കെ ഉള്ള അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് ഈ ദ്വാരക എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിങ്ങനെ അതിന് അതിശയപ്പെട്ട് ഇങ്ങനെ വരികയാണ്. ഞാൻ എത്തിപ്പെട്ടത് സ്വർഗത്തിലാണോ എന്നുള്ള ഒരു പ്രതീതിയോട്, ഇന്ദ്രന്റെ രാജധാനിയാണോ എന്നൊക്കെ തോന്നിപ്പോയി. അത്രയും വളരെ മനോഹരമായിട്ട് ഓരോ ഡീറ്റെയിലും അവിടെ വിവരിക്കുന്നുണ്ട് ആ നഗരത്തിനെ പറ്റിയിട്ട്. അദ്ദേഹം വന്ന് ഇറങ്ങുമ്പോൾ തന്നെ, കാരണം ഇത് ഒരു ദ്വീപാണല്ലോ, പ്രധാന ലാൻഡിൽ നിന്ന് ഒരു കണക്ഷൻ പാലം പോലെ ഉണ്ടെന്നാ പറയുന്നത്. ആ പാലത്തിൽ കിടക്കുമ്പോൾ തന്നെ പല ഭാഗങ്ങളിലായിട്ടും കുറച്ച് വിസ്തൃതമായിട്ടുള്ള ചെക്ക് പോസ്റ്റ് പോലത്തെ സ്ഥലമുണ്ട്. അവിടെയൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് വിടുന്നത്. ഇതിനു മുമ്പായിട്ട് അദ്ദേഹം അങ്ങനെ വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ എന്താ പറയാ, നിനക്ക് കൃഷ്ണൻ ഈ ഇംഗിതം മനസ്സിലായി, പരമാത്മാവാണല്ലോ ഭഗവാന് മനസ്സിലായി. സുഭദ്രയെ എന്ന് പറയുന്ന സഹോദരിയുണ്ട് ഭഗവാൻ, ആ സുഭദ്രയോട് അർജുനന് വല്ലാത്തൊരു ആഗ്രഹം, വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഒരു കാര്യം ഭഗവാൻ അറിയാം. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ എന്താ നടക്കാൻ പോണത് അവിടെ? ശരിക്കും ബലരാമനാണ് ദ്വാരകയുടെ അധിപൻ ശരിക്കും പറഞ്ഞാല്, അല്ലേ? ശരിക്കും പറഞ്ഞ ബലരാമന് ശ്രീധരൻ കിട്ടിയതാണ് ദ്വാരക, അല്ലേ? ദ്വാരക കുശസ്ഥലി. അപ്പൊ അവിടെ ശരിക്കും രാജാവ് മുതിർന്ന ആളുമായിട്ടുള്ള ബലരാമനാണ് അവിടുത്തെ ശരിക്കും ദ്വാരകാധീശൻ. പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാണ് ഭരിക്കുന്നത് ഭഗവാൻ തന്നെ. ഭഗവാനും ബലരാമനും വ്യത്യാസമില്ല എങ്കിലും ബലരാമൻ അവിടെ കുറച്ച് കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ കുറച്ച് അധികാരം കൂടുതൽ ബലരാമനാണ്. അപ്പോ ജ്യേഷ്ഠനും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ബലരാമൻ തീരുമാനിച്ചിരിക്കുന്നത് തന്റെ വത്സല ശിഷ്യനായിട്ടുള്ള ഒരാൾക്ക് സ്വന്തം സഹോദരിയെ കൈപിടിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചു വെച്ചേക്കുന്നത്. അത് ആർക്കാണ്? ആർക്ക് ഊഹിക്കാമോ? ബലരാമന്റെ വത്സല ശിഷ്യൻ ആരാണ്? ദുര്യോധനൻ. അതേ മനസ്സിൽ അത് ഉറപ്പിച്ച് ദ്വാരകാവാസികൾക്കും അല്ലെങ്കിൽ മറ്റ് യദുവംശത്തിലെ യദുവീരന്മാർക്കൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം ദുര്യോധനൻ അഹങ്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് ഭഗവാൻ മനസ്സിലാക്കി അർജുനന് ഈ ആഗ്രഹം, വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ കൃഷ്ണൻ. അപ്പൊ ഈ കാര്യം പറയും. അപ്പോ കൃഷ്ണൻ പറയും വലിയ ബുദ്ധിമുട്ടാണത്. കാരണം കൃഷ്ണന് ഒരു ആഗ്രഹമുണ്ട്, ഇത്രയും പ്രിയ സുഹൃത്തിന് സ്വന്തം പ്രിയപ്പെട്ട സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മളെപ്പോഴും അങ്ങനെയല്ലോ അല്ലേ? നല്ലൊരു പയ്യനെ കിട്ടിയല്ലേ, നല്ലൊരു എല്ലാ ക്വാളിറ്റീസും ഗുണങ്ങളും ഉള്ള ഒരു വരനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മകളെയോ സഹോദരിയോ ഒക്കെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കും. അപ്പൊ കൃഷ്ണൻ അറിയാം സുഭദ്രയ്ക്ക് പറ്റിയ ഒരു എന്താ പറയാ ഒരു പെയർ അല്ലെങ്കിൽ ഒരു വരൻ എന്ന് പറയുന്നത് അർജുനാണെന്ന് നന്നായിട്ട് ഭഗവാൻ അറിയാം. അർജുനന്റെ എല്ലാ സൽഗുണ സ്വഭാവങ്ങളും എല്ലാം ഭഗവാൻ അറിയാവുന്നതാണല്ലോ. അപ്പോ ഭഗവാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് മാത്രമല്ല സ്വയംവരത്തിൽ അവളുടെ മനസ്സെനിക്ക് നമുക്കറിയില്ലല്ലോ എന്ന് ഭഗവാൻ പറയാണ്. ഭഗവാൻ അറിയാത്ത കാര്യമൊന്നുമില്ല എങ്കിലും ഭഗവാൻ പറയാണ്. അത് ചാണക്യവണ്ടിനും പറയുന്നുണ്ട് അല്ലേ? അശ്വപ്ലവം, കുതിരയുടെ ചാട്ടം, അതുപോലെ തന്നെ അമ്പുത ഗർജനം, എപ്പോഴാണ് മഴ പെയ്യാൻ പോകുന്നതെന്നും, എന്താ പറയാ സ്ത്രീകളുടെ മനസ്സ് പുരുഷന്റെ ഭാഗ്യം, ഇതൊക്കെ മനസ്സിലാക്കാൻ ദേവന്മാർക്ക് പോലും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാ മനുഷ്യനെന്ന് ചോദിക്കുന്നുണ്ട് കൗടില്യൻ. ചാണക്യ പണ്ഡിതൻ പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകളുടെ മനസ്സ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ പറയുന്നു, പരമാത്മാ ഭഗവാൻ അറിയാനിട്ടല്ല, ഭഗവാൻ എന്തെങ്കിലും പറയുകയാണ്. സുഭദ്രയുടെ മനസ്സൊന്നും നമുക്കറിയില്ല. അവള് നിനക്കിനി വന്നിട്ട് നിനക്കെന്നെ മാല അണിയണമെന്ന്, മാല ചാർത്തണമെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ, വേറെ ആർക്കെങ്കിലും മാല ചാർത്തിയാലോ എന്നൊക്കെ ഭഗവാൻ പറയാണ്. ഭഗവാൻ തന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്ഷത്രിയന്മാർക്ക് പറ്റിയത് തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് ശാസ്ത്രവിധി പ്രകാരം ഉള്ളതാണ്. കന്യകയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് അതൊരു തെറ്റല്ല അന്ന് കാലത്ത് എന്ന് ഉണ്ടല്ലോ. അപ്പൊ അത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. ആ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാൻ തന്നെ. പിന്നെ അർജുനൻ പറയുന്നത് ബലരാമൻ അറിഞ്ഞാൽ അത് ബലരാമന് ആഗ്രഹം ഉള്ളതാണല്ലോ നേരത്തെ തന്നെ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ ഞാൻ പറഞ്ഞു കേട്ടാൽ മതി എന്ന് ഭഗവാൻ പറയും. നിനക്ക് നടക്കണോ ഇത്? ഇനി ഞാൻ പറയുന്നതായിട്ട് ഇല്ല, നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞില്ല, നിനക്ക് നടക്കണോ ഞാൻ പറയുന്നതായിട്ട്, അല്ലാതെ ശരിക്കും സുഹൃത്തായിട്ടുള്ള ഭഗവാൻ പറയാണ്. സാധാരണ നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോഴല്ല, നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ നമ്മൾ ചെന്ന് കുഴിച്ചാടുക ചെയ്യപ്പോഴും. അപ്പൊ ഈ ഭഗവാൻ പറയുന്ന കേട്ടിട്ട് കുഴിച്ചാടൊന്നുമില്ല. ഭഗവാൻ പറയുന്ന
ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങ് ചെയ്താൽ മതി. ഭഗവാൻ പറയുന്നതാണ് ശാസ്ത്രം, ഭഗവാൻ പറയുന്നതാണ് നിയമം, അതിനപ്പുറം വേറെ ഒന്നുമില്ല. എല്ലാ ധർമ്മങ്ങളുടെ അധിപതി ഭഗവാൻ തന്നെയല്ലേ. അങ്ങനെ ഭഗവാൻ പറയാണ്, നീ അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ചെയ്യും, അല്ല സാഹചര്യവും സമയമൊക്കെ ഞാൻ അറിയിക്കാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ബലരാമന് ഈ യോഗികളെയും ഈ സന്യാസിമാരെയും അങ്ങനത്തെ മഹാത്മാക്കളൊക്കെ വലിയ സ്നേഹമാണ്, വലിയ ആദരവാണ്. അതുകൊണ്ട് നഗരത്തിൽ ഏതെങ്കിലും യോഗികളോ സന്യാസിമാരോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ച്, സ്വന്തം കൊട്ടാരത്തിലേക്ക് വിളിച്ച് അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ഒരു നിഷ്ഠയുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ബലരാമന് സുഭദ്രയെ ഭയങ്കര ഇഷ്ടമാണ്, അതിയായ പ്രിയമാണ് അനിയത്തിയോട്. അപ്പോ സുഭദ്ര കഴിയുന്നത് ബലരാമന്റെ കൊട്ടാരത്തിലാണ്. ഒരു പ്രായപൂർത്തി ശേഷം ഈ സുഭദ്രയെ ആരും കണ്ടിട്ടില്ല, പുറത്തിറങ്ങില്ല, അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും വരില്ല സുഭദ്ര റാണി. അങ്ങനെ നമ്മൾ സുഭദ്ര റാണി എന്ന് പറയാം, സുഭദ്രാമയ്യ. സുഭദ്ര രാജകുമാരിയാണ്. സുഭദ്ര രാജകുമാരി പുറത്തിറങ്ങാൻ ആർക്കും കാണാനും പറ്റുമൊന്നുമില്ല. അത്ര ഒരു സുരക്ഷിതമായിട്ടാണ് ബലരാമൻ സ്വന്തം അനിയത്തെ സംരക്ഷിച്ചു പോരുന്നത്. അത് പ്രിക്കോഷനോടുകൂടിയാണ്. എന്നുവെച്ചാൽ പറയുന്നുണ്ട്, സുഭദ്ര അതീവ സുന്ദരിയാണ്, അതീവ സുന്ദരി. കാരണം ഈ എന്താ പറയാ, ഗദ എന്നൊരു സഹപാഠി ഉണ്ടായിരുന്നു അർജുനന് ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ. അങ്ങനെ ഈ ഗദ എന്ന് പറയുന്ന ആള് യദുവംശവീരനാണ്. അപ്പൊ ഇദ്ദേഹം എങ്ങനെ ഈ സുഭദ്ര എന്നൊരു രാജകുമാരി ഉണ്ട്, കൃഷ്ണന്റെ സഹോദരിയാണ്, ബലരാമന്റെ സഹോദരിയാണ് പറഞ്ഞ് ഇവളുടെ സൗന്ദര്യവും ഇവളെ പറ്റിയൊക്കെ ഒരുപാട് ഈ കുട്ടിയെ പറ്റി പറഞ്ഞു കൊടുത്ത് ഈ അർജുനന്റെ മനസ്സിൽ അന്നേ ഉണ്ട്. അല്ലെ, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലേ, പലരും വന്നിട്ട് പലവരെ പറ്റി ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിലും വീണുപോകും. അത് എന്ന് പറയും പോലെ ആണ് ഈ ക്ലാസ്മേറ്റിന്റെ ഈ ഒരു പ്രശംസകളൊക്കെ കേട്ട് അർജുനന്റെ മനസ്സിൽ അന്നേ കടന്നുകൂടിയാണ് ഈ സുഭദ്ര. അതീവ സുന്ദരിയാണ്, ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ്. വളരെ കാർക്കൂന്തലും അങ്ങനെയല്ലേ, എല്ലാ സ്ത്രീ സൗന്ദര്യം ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ എല്ലാം മനസ്സിൽ ഇത് കേട്ട് അർജുനന്റെ മനസ്സിലും ഇതങ്ങ് കുടിയേറി അന്ന് തന്നെ. അപ്പൊ അന്നേ തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഒന്ന് സ്വന്തമാക്കണം എന്നുള്ളത്. അന്ന് ക്ഷത്രിയമാർക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയല്ല അന്നത്തേത്. അതുകൊണ്ട് അതിന്റെ എന്താ പറയാ, ശരിതെറ്റുകളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ശരിയാണ്, അന്ന് ആ കാലഘട്ടത്തിൽ അത് ചെയ്തല്ല, അത് ശരിയാണ്. അങ്ങനെ അപ്പോ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുടിയേറിയതാണ് ഈ സുഭദ്ര എന്ന പെൺകുട്ടി, രാജകുമാരി. പക്ഷെ നേരെ മാർഗ്ഗം നടക്കില്ലെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ജ്യേഷ്ഠൻ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, പിന്നെ ആ പെൺകുട്ടിയുടെ മനസ്സ് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ പറഞ്ഞു തരാം, അതനുസരിച്ച് ചെയ്താൽ നിനക്ക് കാര്യം നടക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോകണം. അങ്ങനെ അർജുനൻ ഇനിയിപ്പം ഒരു 4 മാസം കൂടെ ഈ എന്താ പറയുക, ശിക്ഷയുടെ ഭാഗമായിട്ട് അല്ലെ, പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് 12 വർഷത്തിലെ 4 മാസമേ ബാക്കിയുള്ളൂ. അതൊരു ചാതുർമാസമാണ്, മഴക്കാലമാണ്. ഇത് കഴിഞ്ഞ അർജുനന് സ്വന്തം രൂപം ശരി. ഇപ്പൊ അർജുനൻ 12 വർഷമായിട്ട് ഈ എന്താ പറയുക, ഒരു താപസനെ പോലെയാണ്. മുടിയൊക്കെ ജടാഭാരവും താടിയും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു വേഷമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊടുക്കുന്ന ഐഡിയ ആണ്, നീ ഒരു സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് നീ ദ്വാരകയിലേക്ക് വാ, ബാക്കി കാര്യം ഞാനായിട്ട്. കാരണം ബലരാമൻ നിനക്ക് അവളെ കണ്ട് അവളുടെ മനസ്സറിയണ്ടേ. അപ്പൊ അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന്റെ ഒരു പ്ലാൻ ഇതാണ്. എന്തായാലും വലിയ യോഗികളും സന്യാസിമാരൊക്കെ എത്തുമ്പോൾ ബലരാമൻ അവരെ സ്വീകരിച്ച് ആനയിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അവരെ ശുശ്രൂഷിക്കാൻ മെയിനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാണ്? സുഭദ്രയാണ്. അങ്ങനെ സുഭദ്ര കാണുകയും ചെയ്യാം. സുഭദ്രയ്ക്ക് പുണ്യങ്ങളെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ബലരാമൻ സ്വന്തം അനിയത്തിക്ക് മഹാത്മാക്കളുടെ അനുഗ്രഹം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോ ഇത്രയായപ്പോ അർജുനൻ ബാക്കി 4 മാസം ഉണ്ട്, കറക്റ്റായ സമയം ഭഗവാൻ അറിയിച്ചു. ഇതിനെ ഈ ജടാഭാരമൊക്കെ ആൾറെഡി ഉണ്ട്. അപ്പൊ ജടാമകുടമൊക്കെ മുകളിൽ കെട്ടിവെച്ച്, ശിഖ പോലെ മുകളിലോട്ട് കെട്ടിവെച്ച്, കണ്ടിട്ടില്ലേ ഈ ഋഷിമാരെ പോലെയൊക്കെ മുടി കെട്ടിവെച്ച്, കാവ്യവസ്ത്രമൊക്കെ ധരിച്ച്, രുദ്രാക്ഷ മാലകളൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അവിടെ കിടക്കണം. അപ്പോഴാണ് അദ്ദേഹം ഈ കാണുന്നത്, ഈ ദ്വാരകയുടെ ഒരു മനോഹാരിതയൊക്കെ കാണുന്ന അപ്പോഴാണ്. ഇത് കാണുമ്പോൾ ഓരോ സ്ഥലത്തും ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ആ പാലം പോലത്തെ അവിടെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, അവിടെ ചെക്കിങ്. ഈ ചെക്കിങ്ങിലൊന്നും അർജുനനെ ആരും കണ്ടുപിടിക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം ഈ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ അദ്ദേഹം ഒരു ബ്രാഹ്മണ ഗൃഹം, വളരെ മനോഹരമായിട്ടുള്ള ബ്രാഹ്മണ ഗൃഹം
അർജുനന് വേണ്ടിയിട്ട് കൃഷ്ണൻ ഏർപ്പാട് വെച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണന്റെ രാജ്യമല്ല കൃഷ്ണൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സന്യാസി എത്തിയിട്ടുള്ള കാര്യം ബലരാമൻ അറിയിക്കാനുള്ള ഏർപ്പാടും കൃഷ്ണൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബലരാമൻ ഇതറിയുന്നു. അങ്ങനെ ബലരാമൻ ഈ വന്ന യുവ സന്യാസിയെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഇതിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് കൊട്ടാരത്തിൽ കാണുമ്പോൾ ഈ സെർവ് ചെയ്യുന്നത് ക്ഷണിക്കാൻ വരുന്നവര് സുഭദ്ര രാജകുമാരിയാണ്. അപ്പൊ സുഭദ്രയെ കണ്ട മാത്രമേ തന്നെ അർജുനന്റെ മനസ്സങ്ങ് പൂർണ്ണമായിട്ടും കൊടുത്തു, ഹൃദയം കൈമാറി കഴിഞ്ഞു. പക്ഷെ അങ്ങനെ നോക്കാനും പറ്റില്ല, സന്യാസി വേഷത്തിലിട്ടേക്കുന്നത്. അപ്പൊ ഈ സ്വർണ്ണത്താളത്തില് ഭക്ഷണ പദാർത്ഥം വന്നാലും അത് മാത്രം നോക്കാൻ പറ്റും, മുഖത്ത് നോക്കാനും പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നോക്കി അതിന് നീല വസ്ത്രമൊക്കെ ധരിച്ച ആ ഒരു പെൺകുട്ടി, ആ ഗത പണ്ട് പറഞ്ഞ അതേ രൂപം, ഒരു മാറ്റവും ഇല്ല, അതേ സൗന്ദര്യ രൂപഭംഗി നിറഞ്ഞ എല്ലാം തികഞ്ഞൊരു പെൺകുട്ടി. അതിന് ഉറപ്പിച്ചു, എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ എല്ലാം കഴിച്ചേ പറ്റൂ എനിക്ക് എന്നുള്ള തീരുമാനം കൊണ്ട് ഉറച്ചു മനസ്സിൽ. അങ്ങനെ ഇത് മനസ്സിലിട്ടിട്ടിരിക്കുമ്പോൾ ഞാൻ ഇതിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സുഭദ്രാറാണി നോക്കുകയാണ്, സുഭദ്ര രാജകുമാരി നോക്കുകയാണ്. മുമ്പ് ജ്യേഷ്ഠൻ പല സന്യാസിമാരെയും യോഗിമാരെയും കൊണ്ടുവന്നു, പക്ഷെ അതുപോലൊന്നും അല്ല, എന്തോ ഒരു വ്യത്യാസം പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ ഇയാൾക്ക്. ഇയാളുടെ ആ ഒരു നേരിയ കാവ്യ വസ്ത്രത്തിനിടെ അതിന്റെ എന്താ പറയാ പത്തിയെടുത്ത നാഗത്തിന്റെ പോലെയുള്ള എന്താ പറയാ ബാഹുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മസിലും ഇതൊക്കെ കണ്ടിട്ട് ഒരു ശരിക്കും ക്ഷത്രിയ വീരന്റെ ഒരു രൂപം. സുഭദ്രയ്ക്ക് സംശയം, ആരാണ് ഇദ്ദേഹം, ആരായിരിക്കും, സന്യാസിയാണെന്ന് തോന്നുന്നല്ലോ, സന്യാസി ഇങ്ങനെ ഒരു രൂപലാവണ്യം അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവണ്ടല്ലോ, ക്ഷത്രിയ കുമാരനാണല്ലോ ഇത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അങ്ങനെ പലതവണ അതിനുശേഷം ബലരാമൻ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തവണയും ഇദ്ദേഹം സുഭദ്ര ദേവിയെ കാണുന്നുണ്ട്. ഇത് ആയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്തായാലും ഈ പെൺകുട്ടിയെ എന്താ പറയാ കൈപിടിക്കണമല്ലോ, അല്ലെങ്കിൽ സ്വന്തമാക്കണമല്ലോ, അതെന്താണ് വഴി? അതിനുള്ള മാർഗം കൃഷ്ണൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അർജുനനെ അറിയിക്കും. അതിനു മുമ്പായിട്ട് അർജുനൻ സുഭദ്രയോട് ഒന്ന് ചോദിക്കും, നിന്റെ കല്യാണകാര്യ ഗന്ധമായി ജ്യേഷ്ഠൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദുര്യോധനെ പറ്റി എന്തിന്റെ അഭിപ്രായം? ഉടനെ സുഭദ്രയുടെ മുഖം മാറും. ദുര്യോധന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മുഖമൊക്കെ അങ്ങോട്ട് ഒരു അവജ്ഞയും പുച്ഛമൊക്കെ മനസ്സിൽ ആ മുഖത്ത് വരും. കാരണം സുഭദ്രയ്ക്കെന്നല്ല, ഒരു ദ്വാരകാവാസികൾക്കും ദുര്യോധനന് ഇഷ്ടമല്ല. കാരണം ദുര്യോധനൻ അഹങ്കാരിയാണ്, യാതൊരു ധർമ്മമില്ലാത്തവനാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെ? ഈ എന്താ പറയാ ഈ പാണ്ഡവന്മാരെ കൊല്ലാൻ ശ്രമിച്ചതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ദുര്യോധനന്റെ ദുർബുദ്ധിയും അഹങ്കാരിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തോ നല്ലൊരു ടാലന്റ് ഉള്ള ആളായത് കാരണം ശിഷ്യനായത് ആ ശിഷ്യനെ ബലരാമൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറയും, അർജുനന് നിന്നെ ഇഷ്ടമാണ്, പാണ്ഡവരിൽ അർജുനന് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. ഞാൻ ചോദിച്ചു, നിനക്ക് ഇപ്പൊ നീ സെർവ് ചെയ്യുന്ന ആ ഒരു സന്യാസിയെ പറ്റി എന്നതിന്റെ അഭിപ്രായം? അപ്പോൾ പറയും, കാര്യം പറയും, സന്യാസിയുടെ തോന്നുന്നില്ല, വളരെ ഏതൊരു ക്ഷത്രിയ കുമാരനെ പോലെ തോന്നുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ഒരു തമ്മിൽ. അപ്പൊ കൃഷ്ണനായിട്ട് സൂചനകളൊക്കെ കൊടുക്കും. അപ്പൊ സുഭദ്രാദേവിക്ക് മനസ്സിലായി ഇത് അർജുനനാണെന്നുള്ളത്. അപ്പൊ സുഭദ്രാദേവിക്ക് ആളുടെ ഭയങ്കര ഒരു അടുപ്പുര എന്താ പറയാ ഒരു ചാഞ്ചല്യം അങ്ങോട്ട് തോന്നി. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായപ്പോ അത് അർജുനാണെന്ന് മനസ്സിലായി. പക്ഷെ കൃഷ്ണൻ പറയും, യാതൊരു കാരണവശാലും നീ ഇത് ജ്യേഷ്ഠൻ അറിയാൻ പാടില്ല. ബലരാമൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. കാരണം അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതാണ്, അർജുനൻ ഇവിടെ വേഷമാറി നിൽക്കുകയാണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും. അവിടെ ഒരിക്കലും ജ്യേഷ്ഠൻ അറിയാതെ നീ സമാധാനമായിട്ട്, നിനക്കിപ്പോ വേണ്ടത് ക്ഷമയാണ്, ക്ഷമിച്ചിരിക്ക്, സാഹചര്യം വരുമ്പോ നമുക്ക് അത് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ ഇവരുടെ ഈ രൈവതക പർവ്വതത്തില് ഇവരുടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ വാർഷിക ആഘോഷത്തിനുള്ള സമയമായി. അവിടെ എല്ലാവരും ഈ കാർണിവൽ പോലെ ഉത്സവങ്ങളും അവിടെ അങ്ങനെ ഈ കണ്ടിട്ടില്ല, കാർണിവൽ ഉത്സവ പറമ്പുകളിൽ കാണുന്ന പോലെ എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും. അപ്പൊ ഈ നമ്മൾ ടൂർ പോകുമ്പോഴേക്ക് പിക്നിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ എത്തി നമ്മൾ എന്ത് ചെയ്യും? കയ്യിൽ ആയുധങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും കാണില്ല. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഫോണൊന്നും എടുക്കാറില്ല, അല്ലെ? ആ ഗെയിമിലൊക്കെ മുഴുകി നമ്മൾ അങ്ങനെ അങ്ങ് ഇരുന്നു പോകും. എന്ന് പറയുമ്പോൾ ഈ യദുവീരന്മാരെല്ലാം അവരുടെ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പക്ഷെ അവര് ഫുൾ ഇതിലാണ് മുഴുകിയിരിക്കുന്നത്. ഈ തക്കം നോക്കി കൃഷ്ണൻ എന്ത് ചെയ്തു? അർജുനന് നല്ലൊരു രഥം, സ്പെഷ്യൽ ഒരു ഭഗവാന്റെ പ്രത്യേക രഥവും, അതില് ശൈബ്യനും സുഗ്രീവൻ എന്ന് പറയുന്ന രണ്ട് കുതിരകളെ കെട്ടിയ രഥമാണ്. വളരെ സ്പെഷ്യൽ രഥമാണ്, വളരെ സ്പീഡിൽ. പക്ഷെ ഇതിനു മുമ്പായിട്ട് കൃഷ്ണൻ
ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ അടുത്ത് അനുവാദം ചോദിക്കണമല്ലോ ഇങ്ങനെ കല്യാണം നടക്കണമായിട്ട്. അതാണല്ലോ രീതി. അങ്ങനെ വളരെ അതിവേഗത്തിൽ യാത്ര ചെയ്തപ്പോൾ വിവരം അറിയിക്കാൻ പറ്റുന്ന ദൂതന്മാരെ അയച്ചു യുധിഷ്ഠിരനെ വിവരം അറിയിച്ചു. യുധിഷ്ഠിരനും ഇത് ഇഷ്ടമായി. കാരണം ബലരാമനും കൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ വലിയ സാമ്രാട്ടുകളാണ്. അപ്പൊ അത്ര ശക്തിയുള്ള ആൾക്കാരാണ്. അന്ന് കാലങ്ങളിൽ ഈ എന്താ പറയാ, ഒന്നാമത് ഭഗവാനാണ്. അത് മാത്രമല്ല ഈ ഒരു ബന്ധം എപ്പോഴും ഈ ശക്തരായിട്ടുള്ള ആൾക്കാർ തമ്മിൽ, രാജാക്കന്മാർ തമ്മിൽ നല്ലൊരു സഖ്യം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നയതന്ത്ര ചെയ്തയുടെ ഭാഗമാണത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണന് വളരെ സന്തോഷം. കാരണം കൃഷ്ണന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം വരിക എന്ന് വെച്ചാൽ വളരെ, അത് കുരുവംശത്തിന് വളരെയധികം മേന്മ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. അതുകൊണ്ട് യുധിഷ്ഠിരന്റെ അനുവാദം അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ഇത്രയും ആയ സ്ഥിതിക്ക് ഭഗവാൻ എന്ത് ചെയ്തു, ഈ ഉത്സവത്തിൽ വെച്ചിട്ട് സുഭദ്രാദേവി കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയാ, ഒരു പ്ലാൻ, ഒരു പദ്ധതി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ സമയം വന്ന് എല്ലാവരും ആ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സമയം നോക്കിയിട്ട്, എല്ലാ യദുവീരന്മാരും ആ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം നോക്കിയിട്ട് കൃഷ്ണൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു രഥം വളരെ വിശേഷപ്പെട്ട രഥമാണ്. അതിൽ അർജുനന്റെ ഈ 4 മാസത്തെ ഈ ഒരു ബാക്കിയുണ്ടല്ലോ, ഈ എന്താ പറയാ വനവാസത്തിന്, അല്ലെങ്കിൽ നാട് വിട്ടു പോകണ്ടേ, മാറി നിൽക്കേണ്ട അവസ്ഥ 12 വർഷത്തെ. അതിൽ 12-ൽ ഇനി 4 മാസം ബാക്കി. ആ 4 മാസം കഴിഞ്ഞു ഇന്നത്തോടുകൂടി. അപ്പൊ മുടിയും ആ ജടയൊക്കെ വെട്ടി താടിയൊക്കെ മാറ്റി വളരെ സുന്ദരനായിട്ട് വേഷമൊക്കെ ധരിച്ചൊരു ക്ഷത്രിയകുമാരനായിട്ട് വലിയൊരു എന്താ പറയാ അവനാഴിയും വില്ലും അരയിലൊരു വാളും ഒക്കെ ആയിട്ട് അദ്ദേഹം അവിടെ ആ രഥത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ വിഷ്ണു ക്ഷേത്രത്തിനടുത്ത് ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന സുഭദ്രാദേവിയും കൂട്ടുകാരികളും അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ട് അങ്ങോട്ടേക്ക് ഈ അർജുനൻ രഥം തെളിച്ചുകൊണ്ട് വരികയാണ്, വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ. ആ രഥത്തിലേക്ക് സുഭദ്രാമയെ അങ്ങനെ വലിച്ചെടുത്ത് കയറ്റി വടക്ക് ദിക്ക് നോക്കിയ അദ്ദേഹം എന്നുവെച്ചാല് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. ഇത്ര ആയപ്പോഴത്തേക്ക് അവിടെ ഒരു പുകയും വെടിയും മാത്രമേ ഉള്ളൂ. വെടിയും പുകയും മാത്രം എന്ന് പറയും പോലെ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ യദുവീരന്മാർക്കൊന്നും മനസ്സിലായി എന്താ സംഭവിക്കുന്നത്. അവരൊട്ട് പ്രതീക്ഷയില്ല ഇത്രയും വീരന്മാർ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അവര് സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. ആകെ ഒരു ബഹളവും ഓട്ടവും നെട്ടോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളമൊക്കെ. ഇത് കണ്ടപ്പോ കുറച്ചുപേര് പറഞ്ഞു അത് അർജുനാണ്, എന്താ പറയാ പാണ്ഡവൻ, മധ്യപാണ്ഡവനായിട്ടുള്ള അർജുനാണെന്ന് പലരും അവരോടൊക്കെ പറഞ്ഞു തുടങ്ങി. ഇത് കേട്ടപ്പോ ആകെ പ്രശ്നമായി. ഇവരെല്ലാം ആയുധമൊക്കെ എടുത്ത് ചാടി ഇറങ്ങി. ആയുധം ഇല്ല ഇവരുടെ കയ്യിൽ. സഭ കൂടി പെട്ടെന്ന് ഇവർ പിടിച്ചെടുക്കാൻ പുറകെ നിന്ന് പിന്തുടരാൻ പറ്റും, അത്രയും ശരവേഗത്തിലാണ് പോകുന്നത്. അപ്പൊ ഉടനെ സഭ ഇവർ കൂടിയിട്ട് എന്താ പറയാ സുധർമ്മ എന്നാണ് ഭഗവാന്റെ സഭയുടെ പേര്, അറിയാലോ. ദ്വാരകയിലെ ഭഗവാന്റെ സഭയുടെ പേര് സുധർമ്മ എന്നാണ്. സുധർമ്മയിലെത്തി എല്ലാവരും അവിടെ തങ്ങളുടെ ഒരു ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. ആ സമയത്ത് ബലരാമൻ ഇത് അറിഞ്ഞിട്ട് വളരെയധികം കോപാകുലനെ നിൽക്കുകയാണ്. കാരണം ബലരാമൻ ആൾറെഡി ഒരു വാക്ക് പറഞ്ഞ് വെച്ചേക്കാണല്ലോ, അതിനൊരു ഭംഗം വന്നു. അത് മാത്രമല്ല, ഇത്രയും വീരന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു സന്യാസി വേഷം ധരിച്ചിട്ട് വന്ന ഒരാള് ഇവിടെ ഒളിച്ച് താമസിച്ച് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വെച്ചാൽ വളരെ മോശമുള്ള കാര്യമല്ലേ. കുടുംബത്തിന് തന്നെ അത് മോശമല്ലേ എന്ന് വെച്ചിട്ട് കുലത്തിന് തന്നെ അതൊരു ക്ഷയമല്ലേ എന്നുള്ള ഒരു ഇതില് ബലരാമൻ വളരെ കോപാകുലനാവുന്നുണ്ട്. ആ സമയത്ത് എല്ലാ യദുവീരന്മാരും അതുപോലെ തന്നെ ബലരാമൻ പറയുന്നുണ്ട്, ഇവനെ ഇങ്ങനെ ചെയ്ത ആൾക്ക് നമുക്ക് തക്ക ശിക്ഷ കൊടുക്കണം, എത്രയും പട ഒരുങ്ങട്ടെ, നമുക്ക് ഇന്ദ്രപ്രസ്ഥം ആക്രമിച്ച് ആ കുരുവംശം തന്നെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയാ തിളച്ചു നിൽക്കുന്ന സമയത്ത് എല്ലാ യദുവീരന്മാരും ചാടി എഴുന്നേറ്റ് വാളും ഊരിക്കൊണ്ട് സിംഹഗർജനത്തിന്റെ ശബ്ദം പോലെ, സിംഹഗർജനം പോലെ ബലരാമന് സപ്പോർട്ട് അറിയിക്കുകയാണ്. അപ്പൊ ഇത്രയപ്പോ കൃഷ്ണനോട് എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്, ഒന്നും മിണ്ടാതിരിക്കുകയാണ് അവർ. ഇതുകൊണ്ട് ബലരാമൻ ചോദിക്കാണ്, അല്ല നിങ്ങളൊക്കെ എത്രയും രോഷത്തോട് ചാടി എഴുന്നേക്കുന്നുണ്ട്, എന്റെ അനുജൻ ഇപ്പിരുന്ന് വെറുതെ ഇരിക്കുകയാണ്, നിസ്സംഗനായിട്ടിരിക്കുകയാണ്, എന്താണ് കൃഷ്ണ നിനക്ക് എന്തൊന്നും പറയാനില്ല ഇതിനകത്തൊന്നും, നീ മിണ്ടാതിരിക്കുകയാണല്ലോ. കൃഷ്ണൻ ഒന്ന് ആലോചിച്ചിട്ട് കൃഷ്ണൻ അപ്പോഴാണ് സംസാരിക്കാൻ അവസരം കിട്ടിയത്. ഇടയ്ക്കേറി പറയുന്ന സ്വഭാവം കൃഷ്ണനില്ല. കാരണം അർജുനൻ ബലരാമൻ ജ്യേഷ്ഠനാണല്ലോ. അപ്പൊ ജ്യേഷ്ഠനെ പറയുമ്പോൾ ഇടയ്ക്കേറി പറയുന്നത് ശരിയല്ല. അത് ജ്യേഷ്ഠൻ ഈ കോപാകുലനായിട്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ ഇടയ്ക്കേറി എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അങ്ങനെയാണല്ലേ, ആരെങ്കിലും ഒക്കെ നല്ല ദേഷ്യപ്പെടുന്ന ശേഷം നമ്മളൊന്നും അഭിപ്രായം പറയാതിരിക്കുക നല്ലത്. കുറച്ച് തണുത്ത ശേഷം നമുക്ക് അഭിപ്രായം പറയാം, എന്ന് മിണ്ടാതിരിക്കുക എപ്പോഴും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃഷ്ണൻ അവിടെ മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ മിണ്ടായിരുന്നിട്ട് ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ആൻസർ പറയുക, നമ്മുടെ അഭിപ്രായം പറയുക. അല്ലാതെ എടുത്തിയായിട്ട് നമ്മൾ ഇടയ്ക്കേറി അഭിപ്രായം പറയുന്നാൽ സംഗതി വഷളാകും. ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ജീവൻ തന്നെ പോയെന്നിരിക്കും. ചില സാഹചര്യങ്ങൾ നമ്മൾ പല ആൾക്കാരില്ലേ, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കോപമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപദേശിക്കാനൊന്നും പോകരുത്, മിണ്ടാതിരിക്കുക. നമുക്കറിയാം അവർ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നെന്ന്.
ഒന്ന് കാര്യങ്ങളൊക്കെ തണുത്ത് പറഞ്ഞ് അവരേനൊന്ന് പറയും എന്താ കാര്യം എന്നുള്ളത്. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഒന്നും അഭിപ്രായം പറയാൻ പോതിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു തുടങ്ങും. ഇതിൽ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അർജുനൻ ഇത്രയും വലിയൊരു കുലത്തിൽ ജനിച്ച ആളാണ്. ഇന്ന് ജീവിച്ചിരിപ്പോൾ ഏറ്റവും വലിയ വില്ലാളി വീരനാണ്. നമ്മുടെ സഹോദരിക്ക് കിട്ടേണ്ട ഏറ്റവും നല്ലൊരു പങ്കാളി തന്നെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ തെറ്റായിട്ടൊന്നും കാണണ്ട. അത് മാത്രമല്ല, കുരുവംശം എന്ന് പറഞ്ഞ ഇന്ന് എന്താ പറയാ, ഈ ലോകം തന്നെ അടക്കി വാഴുന്ന തരത്തിലുള്ള ഒരു ശക്തിയായിട്ട് നിൽക്കുന്ന അവരുമായിട്ട് നമ്മൾ നയതന്ത്രപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് അവരുമായിട്ടൊരു സഖ്യം നമുക്ക് നല്ലതാണ്. അതിന് ഈ ഒരു ബന്ധവും നല്ലതാണ്. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും നല്ലത് യുധിഷ്ഠിരനോട് നമുക്ക് ദൂതയച്ച് സഖ്യത്തിലേക്ക് നമുക്ക് ഏർപ്പെടാം. അതായിരിക്കും നമുക്കും നല്ലത്, അവർക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ കുറെ എന്താ പറയാ രാജനീതി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അത് കേട്ടിട്ട് മറ്റുള്ള കൃഷ്ണൻ പറഞ്ഞ പണ്ട് പോലെ അങ്ങനെയാണല്ലോ. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അത് യാതൊരു എല്ലാവരും അത് കേൾക്കും. കാരണം അവർക്കറിയാം ഭഗവാനെ പറ്റി. ഭഗവാൻ വെറുതെ ഒന്നും പറയില്ലെന്ന് അവർക്കറിയാം. ഭഗവാൻ അത്ര വിശ്വാസമാണ് അവർക്ക്. കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അതിലൊരു കാര്യം ഉണ്ടാവും എന്നറിയാം. അപ്പൊ ബലരാമൻ ഉൾപ്പെടെ അത് സ്വീകരിക്കും. ബലരാമൻ തണുത്തു. അങ്ങനെ ദൂതന്മാരെ വിട്ടു. കാര്യങ്ങളൊക്കെ അങ്ങനെ കൃഷ്ണൻ പറയുന്നുണ്ട് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വേണ്ട ചടങ്ങുകളൊക്കെ നടത്തി നമുക്ക് വിവാഹമായിട്ട് നടത്താം, ആഘോഷം നടത്താം, നമ്മുടെ ഒരു സഹോദരി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അത് അംഗീകരിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ടെന്ന് വളരെ ഗംഭീരമായിട്ടുള്ള വിവാഹം ഒക്കെ നടത്തി അങ്ങനെ തിരിച്ച് അയക്കുകയാണ് സഹോദരിയെ ഭർത്താവിന്റെ കൂടെ. അങ്ങനെ അർജുനൻ സുഭദ്രാദേവിയായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുന്ന കാണുമ്പോൾ തന്നെ എല്ലാവരും അങ്ങനെ അർജുനെ കാത്തു നിൽക്കണം. ഇത്രയും വർഷമായിട്ട് കാണാതിരിക്കുകയല്ലേ. ജനങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയും ആദരവോടെയും എല്ലാം ഫാൻസ് ഉണ്ട് അപ്പോഴേ. ഇന്നത്തെ പോലെ പണ്ടും ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പണ്ട്. അപ്പോ എല്ലാവരും ഇങ്ങനെ ജയ് വിളിക്കണം അർജുനക്ക് ജയ്. അർജുനനെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ന്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എത്തി. പക്ഷേ ഒരാൾക്ക് മാത്രം ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. ആർക്കായിരിക്കും? ആരെങ്കിലും പറയാമോ? സുഭദ്രയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിൽ ആർക്കായിരിക്കും നീരസം ഉള്ളത്? ആർക്കായിരിക്കും? ദുര്യോധനന് ഇല്ല. ദുര്യോധന പിന്നീടല്ലേ. ഇപ്പൊ വീട്ടിൽ ആരാണ്? ദ്രൗപദിക്ക് അറിയല്ലേ. സ്വന്തം ഭർത്താവിനെ വേറൊരാളും കൂടെ പങ്കുവെക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല സാധാരണ സ്ത്രീകൾക്ക്. അന്ന് കാലത്തൊക്കെ ആചാരം ഉണ്ടായിരുന്നെങ്കിൽ പോലും ദ്രൗപദിക്ക് അത് പക്ഷെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആണ് കൊടുത്തേക്കുന്നത്. കൃഷ്ണൻ ബലരാമൻ സ്വന്തം ഒരേ ഒരു സഹോദരിയല്ലേ, ഇങ്ങനെ കൊടുത്തേക്കണം. അങ്ങനെ എല്ലാ എന്താ പറയാ സമ്മാനങ്ങളുമായിട്ട് ഇവരെത്തി. അവിടെ എത്തുമ്പോൾ ദ്രൗപദിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അപ്പം അർജുനൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എന്താ പറയാ സുഭദ്രയുടെ എല്ലാ ആഭരണങ്ങളും ആടയാഭരണങ്ങളൊക്കെ ഒരു മാറ്റി ഒരു ഗോപസ്ത്രീയുടെ വേഷത്തില് ആക്കി മാറ്റി. ഒരു ഇടയെന്ന് പറയില്ല, ഗോപസ്ത്രീ. ഗോപികമാരുടെ വളരെ സിമ്പിൾ ഡ്രസ് അല്ലേ സാധാരണ ഒക്കെ ധരിച്ചിങ്ങനെ. ശരിക്കും ഒരു മഹാറാണിയല്ലേ, പക്ഷെ മഹാറാണി എന്നുള്ള ഇവർ മാറ്റിയിട്ട് ഒരു സാധാരണ ഒരു ഗോപസ്ത്രീയുടെ വേഷം കെട്ടിച്ചാണ് കൊണ്ടുവരുന്നത്. വേഷത്തിലാക്കിയിട്ടാണ് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അമ്മ ഈ കുട്ടിയെ കണ്ടോടെ തന്നെ എന്താ പറയാ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മൂർധാവിൽ നുകർന്ന് അനുഗ്രഹം കൊടുക്കും. വളരെ സൽസ്വഭാവിയും എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു സുന്ദരിയും സ്വഭാവ സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു സുഭദ്രാദേവി. അതുകൊണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്വന്തം എന്താ പറയാ സപത്നിയായിട്ടുള്ള ദ്രൗപദി ദേവിയുടെ അടുത്ത് എത്തുമ്പോ ഈ പെൺകുട്ടി വിനയവും നമസ്കരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോ അപ്പോ വളരെ സ്നേഹം തോന്നും. ഒരു വല്ലാത്തൊരു വാത്സല്യം തോന്നിട്ട് ദ്രൗപദി ദേവി ആലിംഗനം ചെയ്ത് ആനയിച്ച് കൊണ്ടുപോകും. ദ്രൗപദി ദേവിയുടെ ആ ഒരു പിണക്കം, ആ ഒരു വിഷമം മാറി. വരുമ്പോ ചോദിക്കും അർജുനനോട്, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എവിടെ ആയിരുന്നു ഇത്രയും കാലം? വന്നപ്പോ ഒറ്റയ്ക്ക് വന്നൂടെ? ഒരാളെ കൂടെ കൊണ്ടുവന്നേക്കാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറച്ച് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് ഈ എന്താ പറയാ സുഭദ്രാദേവിയെ ഒരു ഗോപസ്ത്രീയുടെ വേഷം കെട്ടിച്ച് വേഷം കെട്ടിക്കല്ല, വേഷം ധരിപ്പിച്ച്, സിമ്പിൾ ആയിട്ടുള്ള വേഷം ധരിപ്പിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ പ്രശ്നമൊക്കെ ഇവിടെ സോൾവ് ആയി. അതിനുശേഷം കൃഷ്ണനും ബലരാമനും ഒക്കെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇട്ട് ആനപ്പുറത്തും കുതിരവണ്ടികളിലൊക്കെ നിറയെ സ്വർണവും വളരെ വിശേഷപ്പെട്ട സമ്മാനങ്ങളും ഒക്കെ ഇട്ടൊക്കെ അവര് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരും ഈ ഭഗവാന്മാർ രണ്ടുപേരും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കൃഷ്ണബലരാമൻ നിൽക്കുന്ന പോലെ അങ്ങനെ വരുന്ന കാണുമ്പോൾ സൂര്യനും ചന്ദ്രനും ഉദിച്ച പോലെ ഒരുമിച്ച് ഉദിച്ച പോലെയാണ് അവർ വരുന്നത്.
ഇത് കണ്ട് എല്ലാവരും ഈ പരമപുരുഷനായ ഭഗവാന്റെ ഈ രൂപത്തെ കണ്ട് എല്ലാവരും വന്നിച്ച് തൊഴുത് നമസ്കരിച്ച് പ്രകീർത്തിച്ച് സ്വീകരിക്കും ഭഗവാൻ രണ്ടുപേരെ കൃഷ്ണബലരാമന്മാരെ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വരുന്നു. എല്ലാവരെയും കണ്ടു, ബന്ധുക്കളെ കാണുന്നു. ആ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കൃഷ്ണൻ യുധിഷ്ഠിരനെയും ഭീമനെയും നമസ്കരിച്ച് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു, ആദരിക്കുന്നു. അർജുനനെ കെട്ടിപ്പിടിച്ച് അർജുനന് വേണ്ടുന്ന ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് വളരെ സ്നേഹം പങ്കുവയ്ക്കുന്നു. കാരണം സമപ്രായക്കാരാണ് അല്ലെ. മറ്റു രണ്ടുപേരും മൂത്തവരാണ്, ജ്യേഷ്ഠന്മാരാണ് അല്ലെ, എൽഡർ കസിൻസ് ആണ്. പിന്നെ രണ്ടുപേരും അനിയന്മാർ. ആ അനിയന്മാർ രണ്ടുപേരെയും ഇത് അനുഗ്രഹിക്കും, നല്ല സഹദേവന്മാരെ. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കഴിയും. കുറച്ച് കഴിഞ്ഞിട്ട് ബലരാമൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ബലരാമൻ മറ്റ് യദുവീരന്മാരും കൃഷ്ണന്റെ മക്കളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും ഉദ്ധവരും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സാത്വികി, ഇങ്ങനെ പറയപ്പെടുന്ന പല യദുവീരന്മാരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. പാണ്ഡവര് വളരെ കൈനിറയെ അല്ലെങ്കിൽ അത്രമാത്രം സമ്മാനങ്ങളും ഒക്കെ തിരിച്ച് അതുപോലെ തന്നെ കൊടുത്ത് വിടുന്നുണ്ട്. ഇവർ കൊണ്ടുവന്നതല്ല, അല്ലാതെ വേറെ നമ്മളെ വീട്ടിലാണ് നമ്മൾ കിട്ടുന്ന ഗിഫ്റ്റ് അടുത്ത പേർക്ക് പൊതിഞ്ഞ് വേറെ കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഇത് സ്വന്തമായിട്ട് വേറെ ഗിഫ്റ്റാണ്, വേറെ വിശേഷപ്പെട്ട വസ്തുക്കളെ കൊടുത്തേക്കാണ്. അങ്ങനെ ഇതെല്ലാം കൊണ്ട് ബലരാമനും കൂട്ടുകാരും തിരിച്ചു പോകും. പക്ഷെ കൃഷ്ണനെ അർജുനനെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. കുറച്ച് ദിവസം കൂടെ നിൽക്കാം അല്ലെ. പണ്ട് നമ്മളൊക്കെ എങ്ങനെയാണ് അല്ലെ, ഇപ്പൊ നമ്മളെല്ലാവരും അമ്മയുടെ വീട്ടിൽ പോകാറ് പണ്ടൊക്കെ അല്ലെ. വെക്കേഷൻ സമയത്ത് അമ്മൂമ്മയുടെ വീട്ടിലൊക്കെ പോലെ മുത്തശ്ശിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ തിരിച്ചു വരാനൊരു മടിയാണ്. നമ്മുടെ കസിൻസ് അല്ലെ, അമ്മാവൻ അമ്മായി ഇവരെയൊക്കെ വിട്ടു വരാൻ, പ്രത്യേകിച്ച് കസിൻസ്, കളിക്കൂട്ടുകാരുടെ സമപ്രായക്കാരായിട്ടുള്ള കസിൻസിനൊക്കെ നമുക്ക് വിട്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ അവസാന ദിവസത്തോടെ ഇറങ്ങുന്നത് വെക്കേഷൻ കഴിഞ്ഞിട്ട് അല്ലെ. അപ്പോ കൃഷ്ണനും വലിയ സ്നേഹമാണ് അർജുനനോട്. അർജുനൻ അതുപോലെ തന്നെയാണ്. അങ്ങനെ അർജുനെ വിട്ടുപോകണം. കുറച്ച് 2 ദിവസം കൂടെ നമ്മളില്ലേ, അമ്മ 2 ദിവസം കൂടെ ഞാൻ ഇങ്ങോട്ട് കേട്ടെ, 2 ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ പോരെ, അമ്മ പൊക്കോ. അതുപോലെയാണ് ബലരാമനെ പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടെ നിൽക്കുകയാണ്. 2 ദിവസം കൂടെ, കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ. അങ്ങനെ ഇവര് കുറച്ച് ദിവസം നിൽക്കുകയാണ് കൃഷ്ണൻ അവിടെ. അങ്ങനെ അവിടെ സ്ത്രീകളെയൊക്കെ കൂട്ടി ഇവരെല്ലാവരുമായിട്ട് യമുനാതീരത്ത് ഒക്കെ അങ്ങനെ എന്താ പറയുക, വിനോദ യാത്രയ്ക്ക് പോകും അവര്. പലതരം വിനോദങ്ങളും ഗെയിംസ് അങ്ങനെയൊക്കെ അവര് അങ്ങനെ എല്ലാവരും ഓരോന്നിലും മുഴുകിയിരുന്ന സമയത്ത് അർജുനൻ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അവർക്ക് പ്രൈവസി വേണമല്ലോ, അവർ അല്ലെ വളരെ സമകാലികരല്ലേ, വലിയ എന്താ പറയുക, പ്രായക്കാര് വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സുമായി സംസാരിക്കുന്ന കാര്യം വേറെ ആൾക്ക് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അല്ലെ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കും പല കാര്യങ്ങളും, സമയം നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ അർജുനൻ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പ്രത്യേക സ്ഥലത്തേക്ക്, കാടിന്റെ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവാണ്. ഇതിനു മുമ്പ് ഇവിടെ എന്താ പറയാ, സുഭദ്രാദേവിക്ക് ഒരു പുത്രൻ ജനിക്കുന്നു. ആ പുത്രന്റെ പേരാണ് അഭിമന്യു. നമ്മൾ മുമ്പ് തുടക്കത്തിൽ പറയുന്നു അഭിമന്യെ പറ്റിയൊക്കെ. അഭിമന്യു ആരായിരുന്നു, എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ജനിച്ചു, എന്നൊക്കെ ബാക്കി അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തുടക്കത്തിൽ തന്നെ. അഭിമന്യു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്താണ് അഭിമന്യുവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും അഭിമന്യു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അഭിമന്യു എന്ന് പറഞ്ഞാല്? ഒന്ന് പറയാൻ ശ്രമിക്കാമോ? എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ലെ. ഭീ എന്ന് വെച്ചാൽ ഭീതി, മന്യു ദേഷ്യം. അപ്പൊ അഭി എന്ന് വെച്ചാൽ ഭയമില്ലാതെ, മന്യു വർദ്ധിച്ച കോപത്തോടുകൂടി ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ് അഭിമന്യു. അപ്പൊ ഈ അഭിമന്യു ജനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദ്രൗപദിയില് ഈ പഞ്ചപാണ്ഡവർക്കും ഓരോരോ കുട്ടികൾ ജനിക്കുന്നുണ്ട്. അതില് ഒന്നാമത്തെ കുട്ടിയുടെ പേര് യുധിഷ്ഠിരന്റെ മകനാണ് പ്രതിവിന്ധ്യൻ. പ്രതിവിന്ധ്യൻ എന്ന് വെച്ചാല് ശത്രുക്കളുടെ ആയുധങ്ങളെയൊക്കെ ഒരു മല പോലെ, വിന്ധ്യപർവ്വതം പോലെ തന്നെ തടുക്കാനും അതിനെതിരിടാനും ശക്തിയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രതിവിന്ധ്യ എന്നുള്ള പേര് കൊടുത്തു. രണ്ടാമത്തെ പുത്രൻ ഭീമന്റെ പുത്രൻ. ഭീമൻ 1000 സോമയാഗം കഴിച്ച ശേഷം ഉണ്ടാകുന്ന പുത്രനാണ്. അതുകൊണ്ട് ഈ പുത്രന് സുതസോമൻ എന്ന് പേര് കൊടുത്തു. സുതസോമൻ. അർജുനന്റെ പുത്രൻ. അർജുനൻ ഈ 12 വർഷത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് എന്താ പറയാ, വളരെ വ്യത്യസ്തമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, വളരെ എന്താ പറയാ, ചില പ്രവൃത്തികൾ ചെയ്തു അല്ലെ. വളരെയധികം അഭിമാനകരമായിട്ട്, അല്ലെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് പ്രവൃത്തികൾ കാഴ്ചവെച്ച
ആളായതുകൊണ്ട്, അതിനുശേഷം ജനിച്ച കുട്ടിയായതുകൊണ്ട് ശ്രുതകർമ്മ എന്നൊരു പേര് ആ കുട്ടിക്ക് കൊടുത്തു. ശതാനികൻ എന്നുള്ള കുട്ടി നകുലന്റെ മകനാണ്. ആ കുട്ടി കുരുവംശത്തിൽ തന്നെ ഒരു പൂർവികന്റെ പേരാണ് ശതാനികൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കുരുവംശത്തില്. ആ പേര് കൊടുത്തു. ശ്രുതസേനൻ എന്നുള്ളത് സഹദേവന്റെ പുത്രനാണ്. ഇപ്പൊ ശ്രുതസേനന്റെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വേറൊരാളുണ്ട്. ആരെന്നറിയാമോ? ആരുടെ നക്ഷത്രമാണ് കാർത്തിക? ഏത് ദേവന്റെ പേരാണ്, നക്ഷത്രമാണ് കാർത്തിക? സുബ്രഹ്മണ്യ സ്വാമിയുടെ. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യന്റെ പേരായിട്ടുള്ള ശ്രുതസേനൻ എന്നുള്ള പേര് സഹദേവൻ അവിടെ പുത്രന് കൊടുക്കുകയാണ്. അങ്ങനെ 5 പുത്രന്മാരും നമ്മൾ പറയും ഉപപാണ്ഡവന്മാർ എന്ന് പറയില്ല അല്ലെ? ഈ 5 പേരാണ് ഉപപാണ്ഡവന്മാർ. അപ്പൊ അഭിമന്യു. അപ്പൊ ഈ കുട്ടികളൊക്കെ ജനിച്ചു. വളരെ എന്താ പറയാ, അതിവിശേഷപ്പെട്ട കുട്ടികളാണ്. സാധാരണ കുട്ടികളല്ല, അതിഗംഭീരന്മാരായിട്ടുള്ള കുട്ടികളും വളരെ കഴിവുറ്റുള്ള കുട്ടികളാണ് ഇവരൊക്കെ. അതായത് പാണ്ഡവന്മാർക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ അച്ഛന്മാർക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മക്കൾ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ സമയത്താണ് അവര് ഈ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നതും എല്ലാവരും ഓരോരോ എന്താ പറയാ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് കൃഷ്ണ അർജുനൻ മാത്രം പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നതും, അങ്ങനെ ഇവർ മരത്തിൽ ചോട്ടിരുന്നവർ ഇങ്ങനെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളരെ മങ്ങിയ നിറത്തോടുള്ള ഒരു ബ്രാഹ്മണൻ, നല്ല ഒരു ഉയരത്തിൽ ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള ഒരാള്. ആക്ച്വലി ആ ഒരു ബ്രാഹ്മ തേജസ് ഒന്നും ഇല്ല, ഒരു അസുഖം പിടിച്ച പോലത്തെ ഒരു മന്ദത ഭാവിച്ച ഒരാൾ എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു രോഗിയെ പോലത്തെ ഒരാള്. പക്ഷെ അത് ബ്രാഹ്മണനാണ്, കണ്ടാൽ അറിയാം. പക്ഷേ അദ്ദേഹം വന്നുടനെ ചോദിക്കുകയാണ്. ഇത് കണ്ടുടനെ തന്നെ ഇവര് വന്ന് പ്രണാമം പറയുമ്പോൾ ഇവര് പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ബ്രാഹ്മണനെ എങ്ങനെ സ്വീകരിക്കണം അതുപോലെ തന്നെ സ്വീകരിച്ച് അഭിവാദ്യങ്ങൾ കൽപ്പിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ന് പറയും. അപ്പോൾ ഞാനൊരു ആവശ്യമായിട്ട് വന്നതാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് ഞാൻ പറയും. ഉടനെ അർജുനന്റെ സ്ഥിരം പരിപാടി തന്നെ. അർജുനൻ എന്ത് ചെയ്യും? ചാടിക്കയറി അങ്ങോട്ടും കമ്മിറ്റ് ചെയ്യും അല്ലെ? അതിനെന്താ, ഞങ്ങൾ പറ്റുകയാണ് ഞങ്ങൾ ചെയ്തു തരാം, പിന്നെന്താ എന്ന് പറയും. കൃഷ്ണ അപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. അല്ല ഇനിയിപ്പോ ചോദിക്കണേ എന്താണ് കാര്യം ചോദിക്കും. പറയും എനിക്ക് വളരെയധികം വിശപ്പുണ്ട്, എന്റെ വിശപ്പ് ഒന്ന് അടക്കാനുള്ള ഒരു മാർഗം. അതിനെന്താ, ആഹാരം എത്ര വേണം തരാം അല്ലെ? അർജുനന് കൊടുക്കാൻ പറ്റും. അർജുനൻ എന്നല്ലേ കുരുവംശത്തിലെ ഒരു രാജാവല്ലേ, രാജാ തുല്യമല്ലേ? അപ്പൊ അതിനെനിക്ക് ഒരു ബ്രാഹ്മണന് എന്ത് ആഹാരം കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ടാ അല്ലെ? നമ്മൾ ചിന്തിക്കില്ല, ഒരു കൂടിപ്പൊരു മനുഷ്യൻ എത്ര ഇടയിൽ കഴിക്കും അല്ലെ എന്ന് പറയും പോലെ. പക്ഷേ ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആരായിരുന്നു? ആ ബ്രാഹ്മണൻ ആരായിരുന്നു? അവർക്ക് ഊഹിക്കാമോ, അറിയാമോ? ആരാണ് ആ ബ്രാഹ്മണൻ? ആ ബ്രാഹ്മണനായിട്ട് വന്നത് ശരിക്കും അഗ്നിദേവനായിരുന്നു. അപ്പോഴാണ് അഗ്നിദേവൻ സ്വന്തം കാര്യങ്ങളൊക്കെ പറയുന്നത്. അർജുനൻ ആകെ പെട്ടു. ആവശ്യം എന്തായിരുന്നു? കുറച്ച് നമ്മളെപ്പോലെ എന്താ പറയാ, കുറച്ച് പനീർ കറിയും ഫ്രൈഡ് റൈസും പുലാവും മാത്രമല്ല ചോദിക്കണം, അതല്ല ചോദിച്ചത്. ഗുലാബ് ജാമുനും അല്ല, രസഗുളയല്ല. അവിടെ ഒരു തൊട്ടടുത്തുള്ള ഗാന്ധീവ വനം എന്നൊരു വനമുണ്ട്. ആ വനം മൊത്തം അതിലുള്ള വനം മാത്രമല്ല, ഇൻക്ലൂസീവായിട്ട് അതിനകത്തുള്ള എല്ലാ എന്താ പറയുക, ഹോൾസെയിലായിട്ട് അതിനകത്തുള്ള എല്ലാ മൃഗങ്ങളെ ഉൾപ്പെടെ എനിക്ക് ഭക്ഷിക്കണം. അർജുനൻ പെട്ടില്ലേ? വാക്കും കൊടുത്തു പോയി. ഇനിയിപ്പോ ക്ഷത്രിയന്റെ ധർമ്മമല്ലേ വാക്ക് പാലിക്കുക. അത് ബ്രാഹ്മണനായിട്ടുള്ള ആൾക്കാർ വാക്ക് കൊടുത്തത്. എന്ത് ചെയ്യും ഇനിയിപ്പോ? അപ്പൊ എന്തായാലും ശരി, വാക്ക് എന്നെല്ലാം ചെയ്യാം. പക്ഷെ അർജുനൻ പറയും, എനിക്ക് തക്കതായിട്ടുള്ള ആയുധങ്ങളൊന്നും എൻ്റെ ഇല്ല, ഇത്രയും വലിയൊരു. അപ്പൊ ഇദ്ദേഹം സ്വന്തം കഥ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനത് ആവശ്യപ്പെടുന്നത് വേറൊന്നും കൊണ്ടല്ല, മുമ്പ് ഒരു ശ്വേതക്കി എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ നിരന്തരം ഇങ്ങനെ ഹോമങ്ങൾ ചെയ്ത് ഹോമങ്ങളല്ല, വലിയ മഹായാഗങ്ങൾ ചെയ്ത് ബ്രാഹ്മണർ വരെ ആ പുകയും തീയും കൊണ്ട് അവർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ടും ഇദ്ദേഹം നിർത്തുന്നില്ല. അവര് അവസാനപ്പെടുന്നത് ഇട്ടിട്ട് ഓടാനുള്ള ശ്രമം തുടങ്ങി. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല, വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചോ എന്നുള്ള രീതിയിൽ എന്താ പറയാ, നമുക്കറിയാം ഹോമത്തിന്റെയും പോലെ ഭയങ്കര എന്താ പറയാ, ആ പുകയും ഒക്കെ വലിയ അസഹ്യമാണ് ചില സമയങ്ങളിൽ. ഹോമത്തിന്റെ അധിക സമയം കണ്ടിന്യൂസ് ഇത് നിർത്താതുള്ള ഹോമങ്ങളായപ്പോഴത്തേക്കും ഇവർക്കും സഹിയിട്ട് ഒരു ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ വിട്ടു പോകരുത്, എനിക്കൊരു വഴി പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പോകണം, അങ്ങനെ വിട്ടു പോകരുത്. അപ്പൊ ഈ ബ്രാഹ്മണര് പറയും, പോയിട്ട് മഹാദേവനെ ശരണം പ്രാപിക്കും. മഹാദേവനോട് ചോദിക്കും, മഹാദേവൻ നിങ്ങളുടെ സഹായം ചെയ്തിട്ട് ഞങ്ങളെ വിട്ടേക്കെന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ഈ
ശ്വേതക്കി എന്നുള്ള മഹാരാജാവ് കൈലാസത്തിലെത്തി മഹാദേവനോട് സ്വന്തം ആവശ്യം ഉന്നയിക്കാനായിട്ട് പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്നില്ല. കൈലാസത്തിൽ പോയെന്ന് വെച്ചാൽ മഹാദേവനെ കാണാൻ പറ്റണമെന്നില്ല. പുറപ്പെട്ട് 6 മാസം കൈയും ഒക്കെ മുകളിൽ ഉയർത്തി പിടിച്ച് 6 മാസം കഠിന തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കണം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് അങ്ങനെ അങ്ങ് വന്നിട്ട് യാഗം നടത്തണം. അപ്പം മഹാദേവൻ എന്റെ പണി അതൊന്നുമല്ല, ഞാൻ യാഗവും നടത്തുന്ന പരിപാടി എനിക്കില്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, എനിക്കിത് വേണ്ട, താല്പര്യമൊന്നുമില്ലാത്ത കാര്യമാണെന്ന് പറയും. അപ്പൊ അങ്ങനെ വളരെയധികം റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം പറയും ശരി അങ്ങനെയാണെങ്കിൽ വിശ്വാമിത്രനെ അയക്കാം എന്ന് പറയും. വിശ്വാമിത്രൻ ആരാണ്? അദ്ദേഹത്തിന്റെ തന്നെ ഒരു അംശാവതാരമാണല്ലോ അല്ലെ? വിശ്വാമിത്രനല്ലേ അയക്കുന്നത്? സോറി, വിശ്വാമിത്രനല്ല, ദുർവാസ മുനി. സോറി, ക്ഷമിക്കണം, ദുർവാസ മുനി, തെറ്റിപ്പോയി. ദുർവാസ മുനിയാണല്ലോ മഹാദേവന്റെ അംശമായിട്ടല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ ആ കഥ. അങ്ങനെ ദുർവാസ മുനിയെ അദ്ദേഹം അയക്കാം. അങ്ങനെ ദുർവാസ മുനി പോയിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു 100 വർഷത്തെ യാഗമൊക്കെ നടത്തിക്കൊടുത്ത് വളരെ സന്തോഷമായിട്ട് നടത്തും. പക്ഷെ ഇങ്ങനെ കിട്ടാതെ ഉള്ള നെയ്യ് ഇങ്ങനെ കോരി ഒഴിച്ച് കുടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഈ അഗ്നിദേവന് വയറിന് പ്രശ്നമായി, ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇതിന്റെ ആ ഒരു അസുഖം പിടിച്ച പോലെ അവസ്ഥയായി. നിർത്താതെയുള്ള ഈ ആഹുതി കാരണം അങ്ങനെ അതിന്റെ ആ ഒരു പ്രഭ തേജസ്സൊക്കെ നശിച്ച് ആ ഒരു രോഗിയെ പോലെ വന്ന് നിന്നത് അതുകൊണ്ടാണ്. വല്ലാത്ത വയറിന് പ്രശ്നമായി, അസുഖമായി. അപ്പം വളരെ ബുദ്ധിമുട്ടി. ഏവെല്ലാം കഴിഞ്ഞു, എങ്കിലും വയറിന് പ്രശ്നമാണ്, ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നമ്മളെ എന്താ പറയാ, ഇൻഡൈജഷൻ എന്ന് പറയില്ലേ അല്ലെ, അവസ്ഥ, ഒന്നും ആഹാരം ഒന്നും വേണ്ടാത്ത അവസ്ഥ. അങ്ങനെ അദ്ദേഹം പോയി ബ്രഹ്മാവിനോട് പോയിട്ട് തന്റെ ആവശ്യം ഇങ്ങനെ നിസ്സഹായത പറയും. എനിക്കിങ്ങനെ അസുഖമാണ്, എന്ത് ചെയ്യട്ടെ, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് ചോദിക്കും. അപ്പൊ ബ്രഹ്മദേവൻ പറയും വിഷമിക്കണ്ട, അതിനൊരു പരിഹാരമുണ്ട്. നീ പണ്ട് ദേവന്മാർക്ക് വേണ്ടി ഈ ഗാന്ധീവനത്തിലാണ് പണ്ട് അസുരന്മാരൊക്കെ പൊളിച്ചിരുന്നത്. അപ്പൊ ആ കാട് ഒരിക്കൽ അഗ്നിദേവൻ അഗ്നിക്കിരയാക്കിയതാണ്, കഴിച്ചതാണ്, ഭക്ഷിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ആ ഒരു ഗാന്ധീവനം പോയി കഴിച്ചാൽ മതി. നിന്റെ അവിടെ അതിനകത്ത് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മൃഗങ്ങളുടെ കൊഴുപ്പും അവരുടെ ഈ മാംസമൊക്കെ കഴിക്കുമ്പോൾ നിന്റെ അസുഖമൊക്കെ മാറും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അദ്ദേഹം പോയി ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആനകളെല്ലാം വെള്ളമൊക്കെ കുപ്പികയിൽ കൊണ്ടുവന്ന് ഒഴിച്ചെല്ലാം അണയ്ക്കും, തീ കണയ്ക്കും. കൂട്ടിന് ഒരാളെ കൊണ്ടാ പോകുന്നത് തീ പിടിപ്പിക്കാൻ. അവിടെയാണ് കാട്ടിലൂടെ വായു അല്ലേ? നമ്മളങ്ങനെയല്ല, ഒരു വലിയ കാര്യം ചെയ്യുമ്പോൾ ഒരു കൂട്ടരെ നീ വാ, നീ കൂടെ വാ അല്ലെ, ഒരു കൂട്ടിന് വാ, ഒരു കമ്പനിക്ക് വാന്ന് വിളിച്ചോണ്ട് പോകും. പക്ഷെ ഇവിടെ വായുവിനെ കൊണ്ട് കാര്യം നടന്നില്ല, തീയെ കാണും. അദ്ദേഹം പിന്നെ വീണ്ടും 6 പ്രാവശ്യം കൂടെ ശ്രമിച്ചു നോക്കി. അങ്ങനെ മൊത്തം 7 തവണ ശ്രമിച്ചിട്ടും ഇദ്ദേഹം ഉദ്ദേശിച്ച പോലെ ഗാന്ധീവനത്തിന് അഗ്നിക്കരയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും നിരാശനായിട്ട് ബ്രഹ്മദേവന്റെ അടുത്ത് വിട്ട് പരാതി പറയും. ബ്രഹ്മദേവൻ പറയും ശരി, കാര്യം ചെയ്യും, ഇപ്പൊ ഈ സമയത്ത് അവിടെ ഭൂമിയിൽ കൃഷ്ണനും അർജുനനും ഉണ്ട്, സാക്ഷാൽ നരനാരായണന്മാരാണ്, അവരുടെ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ചെയ്തു തരണം എന്ന് പറയാം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന്, സഹായിക്കണം എന്ന് പറയണം. അങ്ങനെ അപ്പൊ അർജുനൻ പറയും എനിക്ക് സഹായിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് അവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇന്ദ്രന്റെ വളരെ കൂട്ടുകാരായ തക്ഷകനുണ്ട്. തക്ഷൻ വീണ്ടും മുമ്പൊരിക്കലും തക്ഷനെ രക്ഷിക്കുന്നുണ്ട് അല്ലെ, സർപ്പയാഗ മുമ്പൊരിക്കലല്ല, ഇപ്പോ ഈ സർപ്പയാഗ സമയത്തും ഇന്ദ്രൻ തക്ഷകനെ രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ തക്ഷകന്റെ ഫാമിലിയും താമസിക്കുന്ന വനമാണ്. അപ്പൊ അതുകൊണ്ടും ആ വനത്തിന് ഇന്ദ്രന്റെ ഒരു സംരക്ഷണമുണ്ട്. അതുകൊണ്ട് ഇന്ദ്രൻ എപ്പോ ഇങ്ങനെ അഗ്നികരയാക്കാൻ ശ്രമിച്ചിട്ട് മഴ പെയ്ച്ചവിടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടും ഇന്ദ്രൻ വിചാരിച്ചാൽ അണയ്ക്കാൻ പറ്റില്ല തീ. അതുകൊണ്ട് ആ ഇന്ദ്രനെ കൂടെ നേരിടേണ്ടി വരും എന്നൊക്കെ പറയും. അപ്പൊ ശരിയാണ്. പക്ഷേ ഇന്ദ്രനെ എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ വാക്ക് തന്നെയാണ്. ഇന്ദ്രനോ മറ്റു ദേവന്മാരോ വന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് നിർത്താതെ അമ്പയക്കാനുള്ള ഒരു സംവിധാനം എൻ്റെ ഇപ്പൊ ഇല്ല. ആ മെഷീൻ കണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വെപ്പൺസ് ഒന്നും ഇല്ല. എനിക്ക് നിർത്താതെ അമ്പയക്കാനുള്ള എന്താ പറയാ, അമ്പുകൾ ഒഴിയാത്ത 2 അവനാഴിയും എനിക്ക് എന്റെ ആ ശൗര്യം എനിക്കിങ്ങനെ കൈ ധരിക്കുകയാണ്. എന്റെ ശൗര്യം എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള തർക്ക ആയുധങ്ങൾ എൻ്റെ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആയുധം, ഒരു വില്ലും അമ്പൊഴിയാത്ത 2 അവനാഴിയും തന്നാൽ മാത്രം പോരാ, എനിക്ക് ഇതുപോലെ വിശേഷപ്പെട്ട രഥം, ഇത്രയും വലിയ എന്താ പറയാ ആയുധങ്ങൾ കൊണ്ടു പോവേണ്ട ഒരു രഥം എൻ്റെ ഇപ്പൊ ഇല്ല. രഥങ്ങളൊന്നും ഇപ്പൊ എൻ്റെ ഇല്ല. അതുകൊണ്ട് രഥം തരുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്തു തരാമെന്ന് പറയണം. അഗ്നിദേവൻ വായുവിനെ വിളിച്ചിട്ട്
ഈ ഗാന്ഡീവം എന്നുള്ള ഒരു വില്ലും അമ്പുഴിയത്തെ 2 അവനാഴികളും ഒരു പ്രത്യേക തരത്തിലുള്ള സോമൻ പണ്ട് കൊടുത്ത ഒരു രഥവും ദിവ്യമായിട്ട് രഥവും ഒക്കെ കൊടുത്ത് എന്താ പറയാ നമ്മള് എന്താ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യണം അല്ലേ? ഈ ഒരു പ്രശ്നമായിട്ട് നമ്മളിത് ആ ഒരു പ്രശ്നം വരുമ്പോൾ പറയാമല്ലോ. പ്രഭു, ഭഗവത്ഗീതയുടെ സമയമായി, ഒന്ന് ഒരു 2 മിനിറ്റിൽ നിർത്തിയ ഓക്കെ ആയിരുന്നു പ്രഭു. മാതാജി, ഞാനിപ്പോ ഈ നമ്മുടെ ആദ്യ പർവ്വം തീരുകയാണ്. ഭഗവാന് കൗമോദകിയും അഗ്നിദേവൻ വന്നിട്ട് എന്താ പറയാ, ഭഗവാന് കൗമോദകിയും അതുപോലെ തന്നെ സുദർശനം കൊടുക്കും. ഇതൊക്കെ ഭഗവാന്റെ തന്നെ എന്താ പറയാ ശാശ്വതമായിട്ട് ഭഗവാന്റെ സന്തത സഹചര്യത്തിലാണെങ്കിലും ഈ ഒരു ലീലയുടെ ഭാഗമായിട്ട് ഈ സമയത്ത് ഭഗവാന്റെ കിട്ടുന്നതായിട്ടാണ് ഇത് അഗ്നിദേവൻ ഒന്ന് കൊടുക്കുന്നതായിട്ടാണ് ഇത് ഇവിടെ പറയുന്നത്. അങ്ങനെ അങ്ങനെ ദേവന്മാരും മറ്റു കുറെ ആൾക്കാർ, ദാനവന്മാർ എല്ലാവരും വന്നിട്ട് യുദ്ധം ചെയ്യും. കൃഷ്ണനെയും അർജുനനും എതിരായിട്ട് യുദ്ധം ചെയ്യാൻ വരും. അങ്ങനെ പക്ഷെ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ഇതെല്ലാം ഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നിട്ട് അവസാനം ഗാന്ഡീവ വനമൊക്കെ ചുട്ടരിച്ച് അവരുടെ ലക്ഷ്യം സ്ഥാപിച്ച് അങ്ങനെ അഗ്നിദേവന്റെ അസുഖങ്ങളൊക്കെ മാറി, അഗ്നിദേവനും ഇത്രയും വലിയ കൊഴുപ്പും ഇതൊക്കെ കഴിച്ച് അഗ്നിദേവന്റെ വയറിന്റെ പ്രശ്നമൊക്കെ മാറി അഗ്നിദേവൻ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ അനുഗ്രഹം എന്ത് വേണമെന്ന് ചോദിക്കണം അർജുനന്റെ അടുത്ത്. അപ്പൊ അർജുനൻ പറയും, എനിക്ക് നിങ്ങളുടെ എല്ലാ ആയുധങ്ങളും എനിക്ക് വേണമെന്ന് പറയും. അങ്ങനെ കൃഷ്ണൻ നിന്റെ കൂടെ നിന്നെ അനുഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഞാനെന്ത് പറയാനാണ്? കൃഷ്ണന്റെ കൂടെ ഉള്ളപ്പോൾ അർത്ഥം നിനക്ക് തരണം, നീ ചോദിക്കാൻ തന്നേ പറ്റൂ എനിക്ക്. അങ്ങനെ എല്ലാ ആയുധങ്ങളും കൊടുക്കുകയാണ് അഗ്നിദേവൻ അല്ല ഇന്ദ്രദേവൻ ദേവേന്ദ്രൻ കൊടുക്കുകയാണ്. അപ്പൊ കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണൻ സഹായിച്ചല്ലോ യുദ്ധത്തില്. അപ്പൊ കൃഷ്ണനോട് ചോദിക്കും, ഇത് കൃഷ്ണന്റെ ലീലകളാണ് ഇതൊക്കെ. കൃഷ്ണനോട് ചോദിക്കും എന്താ വേണ്ടെന്ന് ചോദിക്കും. കൃഷ്ണൻ പറയും, എനിക്ക് ഈ അർജുനന്റെ കൂടെയുള്ള ഒരു സൗഹൃദം, എന്താ പറയാ, ജന്മജന്മാന്തരങ്ങളായിട്ട് എനിക്ക് സൗഹൃദം മാത്രം മതി. അതുണ്ടെങ്കിൽ അങ്ങനെ അനുഗ്രഹവും ഇന്ദ്രൻ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആരുമില്ല, അത്ര വലിയ ആൾക്കാർ ആരുമില്ല, എങ്കിൽ തന്നെയും ആ ലീലയുടെ ഭാഗമായിട്ട് ആ അനുഗ്രഹവും ഇന്ദ്രൻ കൊടുത്തിട്ട് അവിടെ നിന്ന് സന്തോഷമായിട്ട് ഇവരെല്ലാരും പോവുകയാണ്. ഇതിനിടയ്ക്ക് മയൻ എന്നുള്ള മയദാനവൻ വന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന നോക്കും, വനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും അർജുനൻ അമ്പയക്കുന്നുണ്ട്. അർജുനനല്ല, ഭഗവാനും ഒക്കെ ഉണ്ട്. അപ്പൊ കൃഷ്ണൻ അമ്പയാൻ നോക്കുമ്പോൾ ഓടിയുന്ന ഇദ്ദേഹം അർജുനന്റെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന ആൾക്കാരൊക്കെ പിടിച്ച് ഇവർ അമ്പയതിനകത്ത് എല്ലാ മൃഗങ്ങളെയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്, തീയിലിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും, കാരണം കൊടുത്ത് വാക്ക് പാലിക്കാനായിട്ട്. അങ്ങനെ ഇന്ദ്രനൊക്കെ വരുന്നുണ്ട്. ഇന്ദ്രൻ വന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും അർജുനൻ സ്വന്തം കഴിവുകൊണ്ട് വലിയ അമ്പ് കൊണ്ട് മഴവെള്ളം വീഴാത്ത തരത്തിലുള്ള കൊട പോലത്തെ സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വളരെ വിസ്തരിച്ചുള്ള ഒരു യുദ്ധമാണിത്. ചുരുക്കി പറയാണ്. അങ്ങനെ ആ യുദ്ധം എല്ലാം അവിടെ. അപ്പൊ ഈ സമയത്ത് ഈ മയൻ രക്ഷപ്പെട്ടു പോകുമ്പോഴത്തേക്കും മയനെ ഭഗവാൻ ഇങ്ങനെ വലിച്ചാൽ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം നേരെ വന്ന് ഭക്തനായിട്ടുള്ള അർജുനന്റെ പാദത്തിൽ വീഴും, നമസ്കരിച്ച് ശരണം പ്രാപിക്കും. അപ്പൊ ഭക്തനെ ശരണം പ്രാപിച്ചു പിന്നെ ഭഗവാൻ ഒരു ഭക്തന്റെ അടുത്തുനിന്ന് ശരണം പ്രാപിച്ച ആൾ പിന്നെ ഒരിക്കലും ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അർജുനൻ ആ ഒരു ശരണം കൊടുക്കുന്ന കാരണം, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ കൊടുക്കുന്ന കാരണം അഗ്നിദേവനും ഇദ്ദേഹം ഒന്നും ചെയ്യില്ല, ഭഗവാനും ഒന്നും ചെയ്യില്ല. അങ്ങനെ മയദാനവൻ രക്ഷപ്പെടും. അങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ മയനും അതുപോലെ തന്നെ തക്ഷകൻ ആ സമയത്ത് ഇവിടെ എന്താ പറയാ കുരുക്ഷേത്രയിലാണ്. അപ്പൊ തക്ഷകന്റെ ഭാര്യ ഈ കുഞ്ഞിനെ എടുത്ത് വായിൽ വിഴുങ്ങി വെച്ചിട്ട് രക്ഷപ്പെട്ട കാല് മാത്രം പുറത്തെടുക്കും. അപ്പൊ കണ്ട് മനസ്സിലാക്കിയിട്ട് അർജുനൻ അമ്പ് ചെയ്യുമ്പോൾ പറന്നു ഉയർന്ന ഈ ഇതിന്റെ തക്ഷകന്റെ ഭാര്യയുടെ എന്താ പറയാ കഴുത്തിൽ അമ്പ് ചെയ്ത് കൊല്ലുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇന്ദ്രൻ വന്നിട്ട് ഈ തക്ഷകന്റെ പുത്രനെ വളരെയധികം അശ്വസേന എന്ന പേര്, അശ്വസേനനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു അശരീരി വരും. അശരീരി വന്നിട്ട് പറയും, ഇവർ സാക്ഷാൽ നരനാരായണന്മാരാണ്, യുദ്ധം ചെയ്തിട്ട് അശരീരി വന്നിട്ട് ഈ ഇന്ദ്രന് പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടിട്ട് വളരെ വിശേഷപ്പെട്ട ഏതോ ആധികാരികമായിട്ടുള്ള ഒരു അശരീരിയാണെന്ന് കേട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഇന്ദ്രൻ ഈ യുദ്ധം നിർത്തി ഈ സന്ധി സംഭാഷണമായിട്ട് എല്ലാം ഒന്ന് ശാന്തമാവുന്നത്. അങ്ങനെ അശ്വസേനൻ രക്ഷപ്പെടും, മയൻ രക്ഷപ്പെടും, പിന്നെ 4 പക്ഷികൾ രക്ഷപ്പെടും. ഇത്രയാണ് അവിടെ സംഭവിക്കുന്നത്. ബാക്കി ഇവർ തമ്മിൽ എന്താ പറയാ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു ശാന്തമായിട്ട് പിരിഞ്ഞ് അവരങ്ങോട്ടും പോവുകയാണ്. അങ്ങനെ ഗാന്ഡീവനം ഇരിക്കുന്ന ആ ഒരു ലീലയും കഴിഞ്ഞു, ഈ തീരുകയാണ്. ഹരേ കൃഷ്ണ. ആദ്യ പർവ്വം കഴിഞ്ഞു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും വിട്ടുപോയി പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ഇടയ്ക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. തൽക്കാലം ആദ്യ പർവ്വം ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
കൃഷ്ണ, ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ഇന്നിനെ തീർക്കാമെന്ന് വിചാരിച്ചത്. കാരണം 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൂടെ പറഞ്ഞു നിർത്താനാണ് ഞാനിവിടെ ശ്രമിച്ചത്. ഹരേ കൃഷ്ണ. നമ്മുടെ അടുത്ത ക്ലാസ്സിന് സമയമായി. അപ്പൊ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ ഹരേ പ്രഭു, ജയ് കൃഷ്ണ ശ്രീ പ്രഭു, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ ഹരേ കൃഷ്ണ. ഹരേ പ്രഭു സന്മാജീസ് പ്രഭു ലെഫ്റ്റ് ഞാൻ ക്ലോസ് ആണ്. എല്ലാവരും വീണ്ടും ജോയിൻ ചെയ്യണം.